ക്വാണ്ടം മെക്കാനിസം. ക്വാണ്ടം മെക്കാനിസത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ക്വാണ്ടം എന്ന് പറയുന്നത് ഏത് ഫീൽഡിലാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എന്തിനെക്കുറിച്ചുള്ള സയൻസാണിത്. അപ്പം ആ സയൻസ് എന്തിനെക്കുറിച്ചുള്ളതാണോ ആ കാരണങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളും അതിലെ നിയമങ്ങളും അതിലെ പ്രത്യേകതകളും എല്ലാം അതിൻ്റെ സയൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ഫീൽഡാണ് ഈ ക്വാണ്ടം മെക്കാനിസം ഉപയോഗിക്കുന്നത്, എന്ത് ഫീൽഡിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഈ ക്വാണ്ടം മെക്കാനിസം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കതിൻ്റെ വഴി തെറ്റിപ്പോകും. അപ്പം എന്തിനെക്കുറിച്ചുള്ള പഠനമാണിത്? ഇത് ആറ്റത്തെക്കുറിച്ചും ആറ്റത്തിൻ്റെ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചുമുള്ള പഠനമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ആറ്റത്തിന് ഇതിന് മാത്രം ശക്തിയുണ്ടോ? കാരണം കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കാണാൻ പോലും നമുക്ക് പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾക്ക് ഇത്രമാത്രം ശക്തി ഉണ്ടാവും. അതിൻ്റെ കാര്യം അറിയണമെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ മാൻഹണ്ട് എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ട് ആറ്റോമിക് വെപ്പൺസ് ഉണ്ടാക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്ത സെക്കൻഡ് വേൾഡ് വാറിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്താണ് ഈ ആറ്റോമിക് എനർജീനെ കണ്ടുപിടിച്ചിട്ട് അന്നത്തെ സയൻറ്റിസ്റ്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വേർഡുണ്ട്. അതിൻ്റെ പേരാണ് വി ഹാവ് ഡിവൈഡഡ് ആറ്റം. ആറ്റത്തെ ഞങ്ങൾ പിളർന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആറ്റത്തിന് ഇതിന് മാത്രം ശക്തിയുണ്ട്. കാരണം ആറ്റത്തെ ആർക്കും അതുവരെ പിളർക്കാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് പല പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനെ പൂർണ്ണമായ രീതിയിൽ പിളർത്തി കഴിഞ്ഞപ്പം അതിൽ നിന്നുണ്ടായേക്കുന്ന റിലീസായേക്കുന്ന എനർജിയാണ് ഈ പ്രതിഭാസത്തിന് കാരണമായത്. അതാണ് ആറ്റോമിക് ബോംബിൽ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നടക്കുന്നത് ജനീവയിലുള്ള ലാർജസ്റ്റ് ഹൈഡ്രജൻ കൊളൈഡറിലാണ്. അപ്പം അതിനകത്ത് എന്താണ് പരീക്ഷണം നടക്കുന്നതെന്ന് വെച്ചാൽ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ രണ്ട് കണങ്ങളെ പരസ്പരം ഒരുപാട് പ്രദേശങ്ങളിലൂടെ ഓടിച്ച് പ്രകാശത്തിൻ്റെ വേഗതയിൽ എത്തിച്ച് കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്ന് സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്തുന്ന ഒരു പരീക്ഷണമാണ്. അതിൽ നിന്ന് കണ്ടെത്തിയ പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അനുമാനത്തിലാണ് ആറ്റത്തിനുള്ളിൽ ഒരുപാട് വസ്തുക്കളുണ്ടെന്നും അത് മുഴുവൻ കണ്ടെത്താൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്നും, എന്നാൽ അങ്ങനെ ഒരുപാട് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്നും അതിൻ്റെ അത് 1960കളിൽ കണ്ടുപിടിച്ചിരുന്ന സ്റ്റാൻഡേർഡ് ആറ്റോമിക് മോഡലിൻ്റെ മാതൃകയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ പ്രൂവ് ചെയ്യുന്നത് 2012 2013 വേണ്ട. കാരണം പ്രൂവ് ചെയ്യാൻ നിദാനമായ പരീക്ഷണം ഹൈഡ്രജൻ കൊളൈഡറിൽ നിന്ന് കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. അപ്പം ആറ്റത്തിന് ഇതിന് മാത്രം ശക്തിയുണ്ട്, ഇതിന് മാത്രം ശേഷിയുണ്ട്. അതുകൊണ്ടാണ് ഈ പരീക്ഷണ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന റിസൾട്ടിന് നൂറ്റാണ്ടിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തെ പോലും മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പം ഇത്രമാത്രം ശേഷിയുള്ളതാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പം ആറ്റത്തിൻ്റെ ബേസിക്കും ആറ്റവുമായിട്ട് പ്രധാനപ്പെട്ട നിലനിൽക്കുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതിന് നമ്മൾ ആറ്റത്തിൻ്റെ ഒരു കഥ തന്നെ മനസ്സിലാക്കണം. ആരാണ് ഈ ആറ്റത്തെ ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത്? കാരണം പണ്ടും ആറ്റം എന്ന് പറയുന്ന പേരുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് ഈ ആറ്റം എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും ആറ്റത്തിന് അദ്ദേഹം നിർവചിച്ച നിർവചനങ്ങളുമാണ് മോഡേൺ ആറ്റം മോഡൽസിന് നിദാനമായിട്ട് മാറിയത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആറ്റം എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ ഇനിയും വിഭജിക്കാൻ പറ്റാത്ത ഒരു അവസാന യൂണിറ്റ് ആണെന്നും ഇതിൽ കൂടുതൽ ഇനി ഇതിനെ മുറിക്കാൻ പറ്റത്തില്ലെന്നും. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ജെ തോംസൺ. അപ്പോൾ ജെ തോംസൺ പിന്നീട് അതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായി കാഥോഡ് റേസ്, അതായത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന ഫീൽഡിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുമ്പം ആ പോകുന്ന റേയിൽ കുറച്ച് റേ വളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളയാനായിട്ട് കാരണം എന്താണെന്ന് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പം വളയുന്ന എന്തോ കിരണങ്ങൾ ഈ സെല്ലിൻ്റെ ഉള്ളിലുണ്ട്, ഈ ആറ്റത്തിനുള്ളിലുണ്ട്. ആ സാധനത്തിന് അദ്ദേഹം ഇട്ട പേരാണ് നെഗറ്റീവ് ചാർജ്. ആ നെഗറ്റീവ് ചാർജാണ് ഉള്ള സംഭവമാണ് പിന്നീട് ഇലക്ട്രോൺ എന്ന പേരിൽ
പുറത്തേക്ക് വരുന്നത്. അപ്പം ഇലക്ട്രോണിനെ പരീക്ഷണശാലയിൽ കണ്ടെത്തിയ വ്യക്തി ജെ തോംസൺ ആണ്. അദ്ദേഹത്തിന് ശേഷം വന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് റദർഫോർഡ്. അപ്പോൾ റദർഫോർഡിൻ്റെ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്നു ജെ തോംസൺ. അപ്പം തോംസൻ്റെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് റദർഫോർഡ് അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ റദർഫോർഡ് ശ്രമിച്ചു. അപ്പം അദ്ദേഹം ഒരു സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള ഒരേ ആറ്റം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാളി, ആ പാളിയിലേക്ക് അദ്ദേഹം ഹീലിയം ആറ്റത്തിൻ്റെ ആൽഫ കിരണങ്ങളെ, അതായത് ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജായ ആൽഫ കിരണങ്ങളെ, ശക്തി കൂടിയ കിരണങ്ങളെ ഈ ഫോയിലിലേക്ക്, ഈ ഗോൾഡൻ ഫോയിലിലേക്ക് അയച്ചു. അപ്പം ഗോൾഡൻ ഫോയിൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഇതിൻ്റെ ഗോൾഡൻ ഫോയിലിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അദ്ദേഹം വിടുന്നത് പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ പോസിറ്റീവ് ചാർജാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിലും പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പോസിറ്റീവ് ചാർജ് അവിടെ ചെല്ലുമ്പം ഒന്ന് സ്റ്റക്കാവും, അല്ലെങ്കിൽ ഒന്ന് വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ സ്ലോ ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചത്, അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം അയച്ച ആ ആൽഫ കിരണങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ എണ്ണം വളഞ്ഞു വഴിതെറ്റിപ്പോയി. എന്നാൽ കുറേ എണ്ണം നേരെ ഉള്ളിലേക്ക് ഫ്രീ ഫ്ലോയിൽ കൂടുതലും പോയി. പിന്നെ കുറച്ച് സാധനം ചെന്നിട്ട് എത്രമാത്രം സ്പീഡിലാണോ അങ്ങോട്ട് പോയത് അതേപോലെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ജെ ഫ്രോഡ് പറഞ്ഞ പോലെ ഇലക്ട്രോൺസ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത്, നെഗറ്റീവ് ചാർജ് മാത്രമല്ല, ഈ ആറ്റത്തിൻ്റെ മുഴുവൻ ഭാഗത്തിൽ എവിടെയോ ഇച്ചിരി പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജും തമ്മിൽ കൂട്ടിമുട്ടിയപ്പം റിഫ്ലക്ഷൻ ഉണ്ടായി വളഞ്ഞു പോയത്. എന്നാൽ പല കിരണങ്ങളും ചുമ്മാ ഫ്രീ ഫ്ലോ നടത്തി. അപ്പം മനസ്സിലായി ആറ്റത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ശൂന്യമായ ഒരുപാട് സ്പേസ് ഉണ്ട്. എന്നാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പം ചില സാധനങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടെന്നും അത് എല്ലാത്തിനെയും എതിർക്കാൻ മാത്രം ശേഷിയുള്ള ഒരു സംഭവമുണ്ടെന്നും. അതിന് അദ്ദേഹം ഇട്ട പേരാണ് ന്യൂക്ലിയസ്. അതായത് പുറത്തെ ചാർജ് ശ്രദ്ധിച്ചോണം, നെഗറ്റീവ് ചാർജാണ് ആറ്റത്തിൻ്റെ പുറത്ത്, അതിന് ഇലക്ട്രോൺ. പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ആറ്റത്തിൻ്റെ ഉള്ളിൽ. ഇത് തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനിലാണ് ഇത് പോകുന്നത്. ഒപ്പം ഈ പോസിറ്റീവ് ചാർജിനെ അവിടെ പിടിച്ചു നിർത്തുന്ന ന്യൂട്രോൺ എന്ന് പറഞ്ഞ ചാർജ് ഇല്ലാത്ത ആറ്റത്തിന് മാസ് കൊടുക്കുന്ന ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളുടെ ഒരു മേഖലയാണ് ഇതെന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ ജെ തോംസൻ്റെ കാഴ്ചപ്പാടിൽ പ്ലം ആൻഡ് പുഡിംഗ് രീതിയിലായിരുന്നു അദ്ദേഹം ഈ ആറ്റത്തെ മനസ്സിലാക്കിയത്. അതായത് ഒരു ന്യൂക്ലിയസ് അല്ല, ഒരു പുഡിങ്ങിനകത്ത് പ്ലം അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇതിരിക്കുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്, ജെ തോംസൺ. പ്ലം ആൻഡ് പുഡിംഗ് എന്ന് പറയുന്ന രീതിയിലാണ് ഇതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം ജെ തോംസൺ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അദ്ദേഹം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഇടകലർന്നാണ് ഇരിക്കുന്നതെന്നാണ് ചിന്തിച്ചത്. പക്ഷേ റദർഫോർഡിന് മനസ്സിലായി അങ്ങനെയല്ല ഇരിക്കുന്നത്. കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്, മാറിയാണ് നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പ്ലാനറ്ററി മോഡലുള്ളൊരു സംഭവമാണ്. അത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയാണ് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു, പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു, ന്യൂട്രോണിനെ കണ്ടുപിടിച്ചു, ഇതിനെ ചേർത്ത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം അവസാനിപ്പിക്കുമ്പം അദ്ദേഹം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു പുതിയൊരു ഡെഫിനിഷനായിരുന്നു. പക്ഷേ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംശയമുണ്ട്. കാരണം ഓരോ ഇലക്ട്രോണും റൊട്ടേറ്റ് ചെയ്യുമ്പം സ്പൈറൽ ചെയ്ത് വരുമ്പം അതിൽ നിന്ന് ഇലക്ട്രോണുകൾ അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു സാധനം കറങ്ങുമ്പം സ്വാഭാവികമായിട്ട് അതിന് ഇലക്ട്രിസിറ്റി ലോസ് ആകണം.
അങ്ങനെ ലോസായി ഒന്നല്ല ഇലക്ട്രിസിറ്റി കുറഞ്ഞ് അത് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് സ്പൈറൽ ചെയ്ത് ഇടിച്ച് താന്ന് അത് ഡൈലൂട്ടഡായി പോകണം. കാരണം കറങ്ങുന്ന എല്ലാത്തിലും എനർജി ലോസ് ഉണ്ടാകുമ്പം അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം എന്നാൽ എല്ലാ ആറ്റങ്ങളും നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ അടുത്ത ആൾ ചിന്തിച്ച ആൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. കാരണം ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്ത് അതിൻ്റെ ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺ ലോസായി സ്വാഭാവികമായിട്ട് ന്യൂക്ലിയസിൽ വന്ന് ലയിച്ച് ചേരേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പം എന്തോ പ്രശ്നം അവിടെയുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും പഠനം നടത്തിയ ആളുടെ പേരാണ് നെയിൽ ബോർ ആണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പഠിച്ചത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇങ്ങനെ എമിറ്റ് ചെയ്ത് പോകേണ്ടതാണ് റദർഫോർഡിൻ്റെ തിയറി അനുസരിച്ച്. പക്ഷേ അങ്ങനെ പോകുന്നില്ല. അപ്പം എന്തോ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതിനെക്കുറിച്ച് നെയിൽ ബോർ കൂടുതലായിട്ട് പഠിച്ചപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഒരു പ്രത്യേക ഇദ്ദേഹമാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഓർബിറ്റലിൽ കറങ്ങുന്ന രീതിയിലുള്ള ആറ്റം എന്ന രീതിയിൽ ഒരു പടം വരച്ച് സെറ്റാക്കാവുന്ന രീതിയിലാക്കി കൊടുത്തത്. കാരണം ഓരോ ഓർബിറ്റലായിട്ടാണ് ഇതിങ്ങനെ കറങ്ങുന്നതെന്ന് പറഞ്ഞ് ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. ആറ്റത്തിന് മുകളിലൂടെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയ ഈ ഇലക്ട്രോൺ കറങ്ങുന്നത് ന്യൂക്ലിയസിൽ നിന്ന് ഇത്രമാത്രം സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഒരു പ്രത്യേക റൊട്ടേറ്റിംഗ് പാറ്റേണിലാണ് കറങ്ങുന്നതെന്നാണ് നെയിൽ ബോർ മനസ്സിലാക്കിയത്. ഒപ്പം അദ്ദേഹം ഇതിനെ ഒരു കാര്യം ചെയ്ത് ക്വാണ്ടം ഐഡിയോളജി, അതായത് ഇത്രയും നാൾ കെമിസ്ട്രിയുടെ ഭാഗമായിട്ടിരുന്ന ഇതിനെ മാക്സ് പ്ലാങ്കിൻ്റെ തിയറിയായ ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു തിയറിയുടെ ബലത്തിൽ ആറ്റത്തെ പുതിയ കാഴ്ചപ്പാടിലേക്ക് അവതരിപ്പിച്ചത് നെയിൽ ബോറാണ്. അപ്പം ബോറ് ഈ ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ തിയറീനെ ആറ്റത്തിലേക്ക് അപ്ലൈ ചെയ്തപ്പോഴും അദ്ദേഹം ഉണ്ടാകുന്ന പ്ലാനറ്ററി മോഡലിലാണെന്ന് മനസ്സിലായി. അപ്പോൾ പ്ലാനറ്ററി മോഡലിലാവുമ്പം സ്വാഭാവികമായിട്ട് ഇലക്ട്രിസിറ്റി ലോസ് ആകത്തില്ല. കാരണം സൂര്യന് ചുറ്റും കറങ്ങുന്ന പോലെ അങ്ങനത്തെ ഒരു രീതിയിൽ ആണെങ്കിൽ ഇലക്ട്രോണുകൾ ലോസ് ആകത്തില്ല. കാരണം ഒരു പ്രത്യേക പാറ്റേണിലാണ് കറങ്ങുന്നത്. അതിന് ആക്സിലറേഷൻ ഇല്ല, കൂടുകയോ കുറയോ ചെയ്യത്തില്ല. ഫിക്സ്ഡ് ഫ്രീക്വൻസിയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കറങ്ങുമ്പം ഇതിന് ഇലക്ട്രോൺ ലോസ് ആകത്തില്ല. ഒപ്പം അദ്ദേഹം ഈ ക്വാണ്ടം മെക്കാനിസത്തെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഇലക്ട്രോണിന് അങ്ങനെ ഒരു കയറി ഇറങ്ങി ഒഴുകാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ കാണുന്ന പോലെ മേളിലേക്കും താഴേക്കും ഇറങ്ങുക എന്ന് പറയുന്നൊരു രീതിയിൽ അതിന് കറങ്ങാൻ പറ്റത്തില്ല. അതിന് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലേ കറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കറങ്ങുമ്പം സ്വാഭാവികമായിട്ട് എനർജി ലോസ് ആകത്തില്ല, ആക്സിലറേഷൻ ഉണ്ടാകത്തില്ല. അത് ബോറിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ബോർ ആ രീതിയിൽ ക്വാണ്ടം ഐഡിയോളജിയുമായിട്ട് കമ്പയർ ചെയ്ത് ഒപ്പം ഇലക്ട്രോണുകൾ ഒരു പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ പാക്കറ്റ് ഓഫ് എനർജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്ത ഫീൽഡിലേക്ക് ജമ്പ് ചെയ്യുക ചെയ്യുന്നത്. കാരണം കൂടുതൽ ഇലക്ട്രിസിറ്റി ഈ ആറ്റത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിലുള്ള ഫീൽഡിലേക്ക് ഇത് ജമ്പ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായോ? ജമ്പിങ് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജമ്പിങ് നിലനിൽക്കുമ്പം എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് താഴും. അപ്പോൾ ജമ്പിങ് ആണ് ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ ചെയ്യുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ആറ്റം എന്ന് പറയുന്നത്. ഒപ്പം പ്ലാനറ്ററി മോഡലും ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. ക്വാണ്ടം ഫീൽഡിലേക്ക് ഈ ആറ്റത്തെ ഇറക്കി വെച്ച മനുഷ്യൻ എന്ന് പറയുന്നത് നെയിൽ ബോറാണ്. ഇവിടെയാണ് ആറ്റത്തിൻ്റെ ഒരു നാഴികക്കല്ല് പ്രധാനപ്പെട്ടതായിട്ട് സംഭവിച്ചത്. കാരണം ക്വാണ്ടം ഫീൽഡിലേക്ക് ആറ്റം ഇറങ്ങി. ഇനി ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഉയർച്ച. പിന്നെ വന്ന ഒരു ഫേമസ് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഷോൾജിയർ. അദ്ദേഹവും പിന്നെ ഹൈസൻബർഗ്, അത് കഴിഞ്ഞ് ലൂയി ഡി ബോർ, ഫ്രഞ്ച് സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് പിന്നെ ഈ ആറ്റത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം അത് വേറൊരു കഥയാണ്. കാരണം ക്വാണ്ടം ഫീൽഡിലേക്ക് ആറ്റത്തെ ഇറക്കിയ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോറാണ്. ഇത് ആറ്റത്തിൻ്റെ വഴിയിലേക്കുള്ള ഫിസിക്സിൻ്റെ വഴിയിലേക്കും ആറ്റം എന്ന കെമിസ്ട്രിയിൽ ഒതുങ്ങി നിന്നൊരു സബ്ജക്റ്റ് ഫിസിക്സിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിയ ഒരു പ്രധാനപ്പെട്ട കഥയാണ് ഇതുവരെ നമ്മൾ കേട്ടത്. ഇനിയാണ് നമ്മൾ കാണുന്ന ഈ അൺസർട്ടനിറ്റിയും ഡുവൽ
ദ്വന്ദ്വ സ്വഭാവവും ഇലക്ട്രോണുകളുടെ ദ്വന്ദ്വ സ്വഭാവവും ഇലക്ട്രോണുകളുടെ പ്രൊബബിലിറ്റി തിയറി ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, താങ്ക് യു.